നാളി ഗായ്സ് ഭയങ്കര കളറൊക്കെ ആയി. എനിക്ക് ഈ പാക്ക് കഴുകി കളയുമ്പോ വാവ് എന്ന് പറയണം എന്നാണ് എന്റെ ആഗ്രഹം. എന്തോ എങ്ങനെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ കേട്ടോ. എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മൾ നമ്മുടെ സ്കിന്നിലാണ്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ കുറെ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഓരോരോ ബ്യൂട്ടി വീഡിയോസ് ഇതുപോലെ ചെയ്യുമ്പോൾ ഇതിന് മേലേക്ക് മേലെ ഓരോ വീഡിയോസ് വന്നിട്ട് വൈറലാവും. ഈ വൈറലായ വീഡിയോ കൊണ്ട് നമുക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവോ? ഇല്ല, നമുക്കും അത് ട്രൈ ചെയ്യാൻ തോന്നും. അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എനിക്കില്ല, സോ ഫേസ്ബുക്കിൽ ഉണ്ടാവും മേ ബി. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നില പൗഡർ ഉണ്ട്. നമ്മൾ എന്താ പറയാ, നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഓരോരുത്തർ ബ്ലൂ കളറിലുള്ള പൗഡറൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ തേച്ച് ജസ്റ്റ് വാവ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പൗഡർ ഉണ്ട്. സോ അപ്പൊ ആ ഒരു പൗഡറാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേർ അവിടെ കളിക്കുന്നതിന്റെ നോയ്സ് നല്ലോണം ഉണ്ടാവും ഗൈസ്, ഒന്ന് ക്ഷമിക്കുക. അപ്പൊ ഗൈസ്, ഇതാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന നില പൗഡർ. ഇതാണ് നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഇടാൻ പോകുന്നത്. എന്താവുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മൊറോക്കൻ ഗ്ലോ, അതായത് മൊറോക്കൻ നില പൗഡർ എന്ന് പറയുന്നത്. ഇതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഡപ്പിലാട്ടോ വരുന്നത്. ഇത് പാക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് ഞാൻ ഏകദേശം ഒരു 35 ഗ്രാമേ വാങ്ങിയിട്ടുള്ളൂ. വൈറലായ പോലെ തന്നെ അത്യാവശ്യം നല്ല വിലയും ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് ഒരു എക്സ്പെൻസീവ് ആണ്. ഈ ഒരു 35 ഗ്രാമിൻ്റെ ബോക്സിന് വരുന്നത് 200 റുപ്പീസാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നില പൗഡർ സ്കിൻ ബ്രൈറ്റനിങ്, സൂത്തനിങ്, എക്സ്ഫോളിയേറ്റിംഗ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു ചരിത്രം പറയാന്ന് വെച്ചാൽ മൊറോക്കോയുടെ തെക്കൻ ഭാഗങ്ങളിൽ സഹാറ മരുഭൂമി പ്രദേശങ്ങളിലുള്ള ബെർബർ സമൂഹങ്ങളിൽ, അതായത് ആ ഒരു ഏരിയയിലുള്ള സ്ത്രീകൾ ഇത് ഭയങ്കര പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു പോകുന്ന ഒന്നാണ്. അതായത് അവരുടെ ഒരു സൗന്ദര്യ സംരക്ഷണത്തിന്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു സൗന്ദര്യ കൂട്ട് അതിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മൊറോക്കൻ നില പൗഡർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇത് നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഇൻഡിഗോ എന്ന ഒരു സസ്യം, അതായത് ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നുമാണ് ഈ ഒരു നില പൗഡർ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഭയങ്കര നൈസ് പൗഡറാണ് കേട്ടോ. ഇത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്, ഭയങ്കര നീലയാണ്. ഇതിൽ പറയുന്നുണ്ട് നമ്മൾ ഇത് എന്താ മിക്സ് വിത്ത് റോസ് വാട്ടർ, കേർഡ്, അലോവേര ജെല്ല്, അതായത് അലോവേര ജെല്ലിലോ റോസ് വാട്ടറിലോ തൈരിലോ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസിൽ. ഏകദേശം 5 to 10 മിനിറ്റ്സ് നമുക്ക് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ റോസ് വാട്ടർ എടുക്കണോ, അലോവേര എടുക്കുന്നോ, അതോ കേർഡ് എടുക്കുന്നോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. ഏതെടുക്കാം? ശരിക്കും ഇത് എന്താ പറയാ, മൊറോക്കൻ നില പൗഡർ എന്നാട്ടോ അറിയപ്പെടുന്നത്. അതായത് മൊറോക്കൻസ്, അതായത് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ എവിടെന്നാന്ന് അറിയില്ല ഇങ്ങനെ നോയ്സ് കയറി വരുന്നത്. ഇത്ര നേരം ആ പിള്ളേരുടെ ആയിരുന്നു, അവരുടെ കഴിഞ്ഞപ്പോ താഴെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് മൊറോക്കൻസ് എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ഏരിയയിലെ ആൾക്കാർ അവരുടെ സ്കിൻ ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ ടാൻ മാറ്റാനും സ്കിൻ ഭയങ്കര ഗ്ലോ ആവാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് മൊറോക്കൻ നില പൗഡർ. അപ്പം ഞാൻ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തയ്യാറാവുന്നുണ്ട്. അതായത് ചെറിയൊരു പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, എനിക്ക് ആ ഒരു പൗഡർ കാണുമ്പോൾ സ്റ്റെയിൻ ഉണ്ടാവുമോ എന്നിങ്ങനെ മനസ്സിലൊരു ടെൻഷൻ. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഹെയറൊക്കെ ഒന്ന് മേലെ ബൺ ചെയ്ത് കെട്ടി ഒന്ന് സെറ്റാക്കി വെച്ചു. ഫേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വന്നു. എന്നിട്ട് ഇതാ കുറച്ച് നില പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ റോസ് വാട്ടറിലാട്ടോ മിക്സ് ചെയ്തത്. അപ്പോൾ ഞാനൊരു 1.5 സ്പൂണ് നില പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറ് കാണുമ്പോൾ എൻ്റെ അമ്മേ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു കളർ, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേയും കാട്ടിൽ കളറുണ്ട് ഇത് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ്. ഈശ്വര മിന്നിച്ചേക്കണേ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ റോസ് വാട്ടറിലാണ് മിക്സ് ചെയ്ത്, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ബേണിങ് ഒന്ന് തോന്നിയായിരുന്നു കേട്ടോ. ആ പാക്ക് ഇങ്ങനെ ഇട്ട ഒരു സമയത്ത് ഒരു 1 to 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ബേണിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് ആ ഒരു ബേണിങ് ഉണ്ടായിരുന്നില്ല. മേ ബി ചിലപ്പോൾ റോസ് വാട്ടർ എടുത്തതുകൊണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ അലോവേര, കേട് അതൊക്കെ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ കേടിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കളർ കുറച്ച് ഡിഫ്യൂസ് ആവും തോന്നുന്നുണ്ട്, ഒന്നൊരു ലൈറ്റ് കളർ ആവും തോന്നുന്നുണ്ട്.
ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഡിഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ഈ മൊറോക്കൻസ് ഇത് മെയിനായിട്ട് ഉത്സവങ്ങൾക്ക്, വിവാഹത്തിന്, അതിന് മുമ്പൊക്കെ അവർ മുഖത്തും ശരീരത്തൊക്കെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഹാൽദിക്കൊക്കെ കടലമാവും കസ്തൂരി മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുമല്ലോ, എന്ന പോലെ ആയിരിക്കാം മേ ബി മൊറോക്കൻസ് അവരുടെ ആ ഒരു കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. കഴുകി കളയുമ്പോൾ വാവ് എന്ന് പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. വാവ് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്ന ഡയലോഗ്, ആഹാ മുടുക്കനായിപ്പ. ഞാൻ ആദ്യം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടോ. പിന്നെ എന്നിട്ട് വല്ല ഗുണമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിച്ച്. പക്ഷെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു. കൂട്ടത്തിൽ നമുക്ക് കയ്യിൽ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് ശരിക്കുമില്ലേ, എന്താ പറയുക, ഒരു പെയിൻറ്റ്, നല്ല പക്ക അക്രിലിക് പെയിൻ്റ് ഇല്ലേ, അന്ന പോലെ തന്നെയുണ്ട്. ആ കളറും അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര തിക്കായിട്ടും ശരിക്കും ഒരു പെയിൻ്റ് അടിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ ഭയങ്കര ഡാർക്ക് കളറും. നമുക്ക് എന്താ പറയുക, അതിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഞാൻ കുറേ ഇങ്ങനെ അടിച്ചു കേട്ടോ. എനിക്കിതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾറെഡി ഞാനൊരു ബ്ലൂ കളർ ലവറാണ്. അപ്പോൾ എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്തു. ഫുള്ളായി അപ്ലൈ ചെയ്തില്ല കേട്ടോ, കുറച്ച് മാത്രമേ, ഞാൻ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തുള്ളൂ. ആഹാ, ഇപ്പം ശരിക്കും ഒരു അവതാരണ പോലെയുണ്ട്. ഇത് ശരിക്കും 20 മിനിറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ഏകദേശം ഡ്രൈ ആവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു റോസ് വാട്ടർ നമ്മൾ മിക്സ് ചെയ്ത കാരണം പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ കഴുത്തിലിടില്ല എന്ന് വിചാരിച്ച ഒരാളായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആ ഒരു വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അത് മാത്രമല്ല, എന്തായാലും നന്ദി, ഇനി കുളിച്ച് കയറാമെന്നുള്ളൊരു മട്ടായി. മൊത്തം ഞാൻ കഴുത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതായിട്ടൊന്നും ബാക്കി വയ്ക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴുത്തിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു നീല മുങ്ങിയ പോലെ ആയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ഫേസ് പാക്കിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് ആട്ടോ അത്. ഞാൻ ശരിക്കും അപ്ലൈ ചെയ്ത് പകുതി എത്തിയ ശേഷമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിന് മാച്ചാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. മൊത്തത്തിലൊരു ബ്ലൂ. ശരിക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നു കേട്ടോ. അങ്ങനെ അതിങ്ങനെ വിണ്ട് പൊട്ടണ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ വിണ്ട് ഇങ്ങനെ അടർന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് വെക്കുന്നത് റിസ്ക് ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗം പോയിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്യാൻ നിന്നു. അത് മാത്രമല്ല, ഞാൻ ആദ്യം എൻ്റെ ബ്രഷാണ് കഴുകിയത്. ബ്രഷ് കഴുകിയപ്പോൾ തന്നെ എൻ്റെ എല്ലാം പോയി. മീൻസ് ഞാനാകെ ടെൻഷനായി. എൻ്റെ വാഷ് ബേസിനും എൻ്റെ ആ ഒരു ഭിത്തിൻ്റെ മേലെ അവിടെയൊക്കെ ഫുള്ളും സ്റ്റെയിനായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഭയങ്കരമായിട്ട് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് അതൊന്ന് വെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തെടുത്തു കേട്ടോ. പക്ഷെ അങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലൂ വീണ്ടും ഡാർക്ക് ആവുക എന്നല്ലാതെ അത് അങ്ങനെ അങ്ങോട്ട് വൈപ്പ് ചെയ്ത് പോകണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ടെൻഷനാവാൻ തുടങ്ങി. ഈശ്വരാ, വല്ല പണിയും കിട്ടിയോ. ഒരുപാടിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് ആക്നെ വരും ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ടാണ് മൊത്തത്തിലൊന്ന് ഫേസ് വാഷ് ഔട്ട് ചെയ്തത് കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ ടെൻഷനാവാൻ തുടങ്ങി. ഇതിങ്ങനെ വീണ്ടും കൂടിക്കൊണ്ട് വരികയായിരുന്നു. ഞാൻ ഇത്രയ്ക്ക് ഭയങ്കര ഡാർക്കാവും വിചാരിച്ചില്ല. ദൈവമേ, ഞാനത് വെള്ളം തൊട്ടിട്ടാക്കുമ്പോൾ ശരിക്കും ഒരു എന്താ ഉജാലയൊന്നും ഒന്നും അല്ലാത്ത പോലെ തോന്നി. അത്രയും ബ്ലൂ, ഭയങ്കരമായിട്ട് ബ്ലൂ ആയിപ്പോയി. ഞാൻ കുറേ പ്രാവശ്യം വെള്ളമൊഴിച്ച് കുറേ പ്രാവശ്യം കഴുകിട്ടോ. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ആ ഒരു സ്റ്റെയിൻ ഉണ്ടാവല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ സ്റ്റെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ആ സ്റ്റെയിൻ പോവില്ലേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പിന്നീട്. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ഫേസ് ക്ലെൻസർ വെച്ചിട്ടാണ് ഞാനൊന്ന് ഫേസും നെക്കും കൈയും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തത്. നിങ്ങളെപ്പോഴും ഏത് പാക്കാണെങ്കിലും ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ കൈയിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് ആദ്യം ഒന്നെടുത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഇല്ലയെന്ന് അറിഞ്ഞ ശേഷം മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ നല്ലോണം സ്റ്റെയിൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് പാടുപെട്ടിട്ടാണ് കളഞ്ഞത്. ഈ ഒരു ഇങ്ങനെ ഈ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പതയടക്കം ഇങ്ങനെ ബ്ലൂ കളറായിരുന്നു. അത്രയ്ക്കും സ്റ്റെയിൻ ആയിരുന്നു. സ്കിൻ ഗ്ലോ ചെയ്തില്ലെങ്കിലും ബ്രൈറ്റൻ ആയില്ലെങ്കിലും ഉള്ള സ്കിന്ന് ഡാമേജ് ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ.
ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ 1-2 ബോളിവുഡ്സിലും ഇതേ ഒരു നിലാ പൗഡറിൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര എന്താ സ്കിൻ ഭയങ്കര ലൈറ്റനിങ് ചെയ്യുന്ന വീഡിയോ ആണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഇനിയിപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് മാറിപ്പോയോ എന്നൊക്കെയായിരുന്നു എൻ്റെ ഡൗട്ട്. ഞാൻ എന്നിട്ട് വീണ്ടും വീണ്ടും ആ ഒരു പാക്ക് പോയി നോക്കുമായിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇത് ഇത്രയും ഹൈപ്പ് തന്ന ഈ ഒരു സംഭവം എന്താ ഇങ്ങനെ ആയെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ വാഷ് ബേസിൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് വാഷ് ബേസിനൊക്കെ ഫുള്ള് ബ്ലൂ കളറായിരുന്നു. സോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ടോട്ടലി. പക്ഷേ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം എനിക്കൊരു എന്താ പറയുക വലിയ ചേഞ്ചും കാര്യങ്ങളും ഒന്നും വന്നില്ല. എനിക്ക് ഉള്ള ആ ഒരു സ്കിൻ ടോണ് കുറച്ചും കൂടി ഒരു ഡാർക്കനായ പോലെ ഫീൽ ചെയ്ത്. എൻ്റെ സ്കിന്നിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിൽ എൻ്റെ ബ്രഷിന് കാര്യമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ കളർ അത് മായുന്നേ ഇല്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും നിലാ പൗഡർ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ ബ്യൂട്ടി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ബ്യൂട്ടി DIYs ആയിട്ട് വരാം. അതുവരെയും ബൈ, സീ യു ഓൾ.